കരിമ്പിൻ പൂനക്കര എന്ന് പറഞ്ഞൊരു സിനിമയിൽ വളരെ പിന്നെ വളരെ ചെറിയ പെൺകുട്ടിയാണ്. ഇയാളുടെ കൂട്ടുകാരനായിട്ട് വരുന്ന പ്രായത്തിന് വളരെ മുതിർന്ന ആളുമായിട്ടൊരു ബന്ധം ഉണ്ടായി. കുട്ടി ഗർഭിണി ആയോ എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ച് നമുക്ക് തന്നെ ഒരുപാട് അടിക്കുന്ന സീനുണ്ട്. അപ്പം ഞാനിതിന് അതിന് മുമ്പ് തമിഴിൽ അഭിനയിച്ചിട്ടില്ല. തമിഴിലെ അഡ്ജസ്റ്റ്മെന്റ് അടിയില്ല. ഇപ്പൊ കുറെ ഇപ്പോഴത്തെ ആക്ടേഴ്സിനൊക്കെ അറിയാം. അന്നത്തെ ആർട്ടിസ്റ്റുകളാരും അങ്ങനെ ഒരു അടിക്കുക എന്ന് വെച്ചാൽ അടിക്കുക തന്നെയാണ്. അതന്നെ ഞാൻ തമിഴ് പോവാത്ത. ഇല്ല, ഞാൻ പറഞ്ഞത് ഫൈറ്റിന് വേറെ ആയിരിക്കും കേട്ടോ, ഫൈറ്റ് എങ്ങനെ ചെയ്യുമായിരിക്കും. അല്ലാതെ ഇപ്പൊ ഒരാൾ അടിക്കാൻ പറഞ്ഞ അടിക്കുക. അപ്പോ അങ്ങനെ തമിഴിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ മനോരമ എന്ന് പറഞ്ഞ വലിയ മഹാനടിയാണ് അവര്. അപ്പം അടിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ആദ്യമേ സോറി പറയും. എനിക്കെല്ലാം അങ്ങനെ അല്ലാതെ അടിക്കാൻ അറിയത്തില്ല കേട്ടോ, അപ്പം ഞാൻ അടിക്കും. ഞാനൊരു പടത്തിൽ മരുമകളായിട്ട് അഭിനയിച്ചാൽ എന്നെ അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ തമാശയാണെന്ന് വിചാരിച്ചു. നമുക്ക് അങ്ങനെയല്ല, സിനിമയിൽ അങ്ങനെ അടിക്കുമോ ശരിക്കും? അങ്ങനെ അടിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഡയറക്ടേഴ്സ് പറയും അടിക്കമ്മ പറവല്ലേ, അതൊന്നും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. അടിച്ചു കഴിയുമ്പോൾ നമ്മൾ അയ്യോ ഇങ്ങനെയാണോ അടിക്കുന്നത് ഇവര്, അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം മലയാളത്തിൽ മമ്മൂക്ക എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ്. എനിക്ക് കഷ്ടിച്ച് 15 വയസ്സം കണ്ടേ ഉള്ളൂ. മമ്മൂക്ക അടിക്കും, ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് എറിയും, അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഈ പടം വേണ്ട, ഞാൻ പോവാ എൻ്റെ വീട്ടിൽ, വല്ല കാര്യമുണ്ടോ, ഞാനിവിടെ വന്ന് ആൾക്കാരുടെ അടി കൊള്ളേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അപ്പം ശശിചേട്ടനായിരുന്നു സംഭവം. ഞാൻ പറഞ്ഞു ശശിചേട്ടൻ എനിക്ക് പറ്റൂല, എൻ്റെ മേത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ അപ്പോഴേന്ന് തിരിച്ച് എൻ്റെ കൈ കെട്ടുന്നതെടുത്ത് ഞാൻ എറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു തിരുവല്ലയിൽ ഒരു വീട്ടിൽ റൂമിലിരിക്കുക. എനിക്കാണെങ്കിൽ അങ്ങ് ആകപ്പാടെ വിഷമം. നമുക്ക് എന്നെ തീരെ ചെറുതിലേ കണ്ടിട്ടുണ്ട്, കൽച്ചേച്ചിയോട് അഭിനയിക്കുമ്പോഴും അത്ര അടിക്കത്തില്ലായിരിക്കും എപ്പോഴും. അപ്പം ശശിചേട്ടൻ പറഞ്ഞു എന്താ കഴുതക്കുട്ടി അങ്ങനെ അടിക്കാനാണ് പോകുന്നത്, വെറുതെ അടിക്കണമാതിരി കാണിക്കാൻ, കുഴപ്പമൊന്നുമില്ല, അങ്ങനൊന്നുമില്ല, അങ്ങനെ തമിഴ് സിനിമയൊന്നുമല്ല മലയാള സിനിമ എന്ന് പറഞ്ഞു. ഞാൻ ആ സീന് കണ്ടിട്ട് എൻ്റെ ദേഹത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പോലും പിടിച്ചിട്ടില്ല മമ്മൂക്ക. നിങ്ങൾ ആ സീൻ, അങ്ങനെ ഒരു സീൻ നിങ്ങൾ എടുത്ത് നോക്കണം കേട്ടോ. ഒരു ഇങ്ങനെ പോലും ഒരു ദേഹത്ത് കൊണ്ടിട്ടില്ല. അങ്ങനെ അല്ലാതെ ഇങ്ങനെയെങ്കിലും ഒന്നും അടിക്കാതെ ഒരു നമുക്ക് നാച്ചുറൽ ആക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. അപ്പം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, റിയലായിട്ട് നല്ല രീതിയിൽ. അത് മനഃപൂർവ്വമല്ല, എൻ്റെ കുഴപ്പം കൊണ്ട് കിട്ടിയതാ. ജയൻ നല്ല കൈയുണ്ടാ കിട്ടിയേ, ജയന്റെ കൈയുണ്ടാ, മോശമായില്ല എന്തായാലും. അടിപൊളി. അതെ, അതാണ് ഹിറ്റായത് കേട്ടോ. അത് ആ പടത്തിലെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു കടപ്പുറത്ത് മണൽക്കൂറ്റിൻ്റെ മേലെ കയറി നിന്നിട്ടാ. ജയൻ അപ്പുറത്ത് വെക്കുന്നു, ഞാൻ ഇതിൻ്റെ മേലെ വെക്കുന്നു. ജയൻ ഇടിക്കണ സമയത്ത് ഞാൻ തല പുറകോട്ട് വലിക്കണം. ഞാൻ തല പുറകോട്ട് വലിച്ചു. പക്ഷെ ആ പുറകോട്ട് വലിക്കാനുള്ള ശക്തി കാലേല കൊടുത്തേ. അപ്പം മണൽ അങ്ങനെ ഇറങ്ങിപ്പോയി. പുറകോട്ട് പണതിന് വരെ ഞാൻ മുമ്പിലോട്ട് വന്നു. ഇടിക്കാന്ന് കൊള്ളുകയും ചെയ്തു. പല്ലിളകിയില്ല, പക്ഷെ പൊട്ടി. ചോര വലിച്ച് വരുമ്പോൾ എൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ അഭിനയം കാണാൻ വേണ്ടി കാറിൽ വന്നിറങ്ങി. അപ്പം ഞാനിങ്ങനെ ചോര ഒലിപ്പിച്ച് നിൽക്കുക. പക്ഷേ അതോടുകൂടി എൻ്റെ സമയം തെളിഞ്ഞു, കുഴപ്പമില്ല. പിന്നെ വേറെ ആ ചോര പൊടിഞ്ഞതിലൂടെ ഇത് പിന്നെ ചോര പൊടിയാണ്ട് തന്നെ ഇതോടുകൂടി ശരിയായിക്കൊള്ളു. അല്ല, ചോര പൊടിയാതെ തന്നെ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും ഇവിടെ പ്രശ്നമല്ലേ L5 എങ്ങനെ മോട്ടോർ രാജേന്ദ്രൻ ആണോ? അപ്പൊ പിന്നെ ഉറപ്പായിട്ട് ശരി. അതൊന്നുമില്ല, സ്റ്റണ്ട് സീൻ എടുക്കുമ്പോൾ എനിക്ക് അതാണ് ഈ കിട്ടേണ്ടത് കിട്ടിയ നേരെ ഒന്നും അറിയില്ലേ. അതാ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, പാഡ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ പുള്ളിക്ക് അറിയില്ലായിരുന്നു പാഡ് വെച്ചിട്ട്. അപ്പൊ പുള്ളി ഒറിജിനലായിട്ട് ചവിട്ടി. അതിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഞാൻ നേരെ മുമ്പ് എനിക്കൊന്ന് കിട്ടിയല്ലോ, ഞാൻ എന്നിട്ടുള്ള നേരെയായിരുന്നു. ഇയാളെങ്ങനെയാ നേരെയാവാൻ പോകുന്നത്? ഇപ്പഴാ മനസ്സിലായി കിട്ടിയിട്ടുണ്ട്, അതായി നേരെയാവാൻ പോകും. ബാക്കി കിട്ടിയിട്ടുണ്ട്, പതുക്കെ വരുന്നത്. ഫ്രണ്ടിലല്ല, ഇപ്പൊ പെട്ടെന്നായി. നന്നായി. ഇപ്പൊ എല്ലാം കൊണ്ടും നമ്മൾ തമ്മിൽ നല്ല യോജിപ്പുണ്ട്. അതേ പാതയിൽ വരുന്നു. നന്നാവട്ടെ. ആ സമയത്താണെങ്കിലും, ആ സമയത്തെ ക്യാരക്ടറുകളെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ ആൾക്കാരാണെങ്കിലും ഈവൻ ഇപ്പം നമ്മളൊരു നെഗറ്റീവ് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സമയത്ത് രവിചേട്ടനടുത്ത് വന്ന് കാണുമ്പോൾ ആൾക്കാർക്കൊരു പേടി. സിനിമ കംപ്ലീറ്റ് റിയൽ ലൈഫും ഡിഫറെൻ്റ് ആണ് എങ്കിൽ കൂടിയും അതിൽ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് ആൾക്കാരെ റിയലി കാണുമ്പോഴും ആ രീതി ഒരു പേടിയോടുകൂടി കണ്ട ഒരു ഓർമ്മകൾ അല്ല അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അല്ല ആൾക്കാർക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. ഈ കോളേജിൽ പോണ പിള്ളേർക്കും കുട്ടികൾക്കും ആൺപിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല അതിനകത്ത്.
പെൺകുട്ടികൾക്കാണ് പേടി, വേറെ ആൾക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത്. പക്ഷെ എനിക്കൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെയൊക്കെ പരിചയപ്പെട്ടൊക്കെ വളരെ അടുത്തൊക്കെ വരുന്നതിന് മുമ്പ് ഞാനൊരു ദിവസം എൻ്റെ ക്യാബിനിലേക്ക്, ഈ കാരവനിലേക്ക് എനിക്ക് തന്നിട്ടുണ്ട് ക്യാബിൻ, അതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇയാൾ അതിൻ്റെ അകത്ത് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കണ്ട ഉടനെ ഇയാൾ എണീറ്റ് ഓടി പുറത്തേക്ക്. ഞാൻ വെച്ചു വേറെ ആരും ഇല്ലാത്ത എന്നെ കണ്ടിട്ട് ഇയാൾ ഓടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാതെയല്ല. പെൺകുട്ടി പോലും അല്ല. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഉർവശിയാണ് ഓടിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഉർവശി ഓടിച്ചില്ല, കാരണം ഞങ്ങൾ തമ്മിൽ അച്ഛൻ മുതലുള്ള ബന്ധമുണ്ട്. ഞാൻ കാണുമ്പോൾ ഇത് വെറും പൊടി, അങ്ങനെയാണ് പൊടിക്കുട്ടിന്റെ പേര് വന്നതിന്. പൊടിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. പൊടിക്കുട്ടി എന്നാ വിളിക്കണേ അല്ലേ? ആ, താഴെയുള്ള കുട്ടി, ചെറിയ കുട്ടിയാ. ഒരു ഇത്ര പോകുന്നൊരു ഫ്രോക്ക് ഇട്ടിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ കലാരഞ്ജനിയുടെ കൂടെ ഷൂട്ടിങ് വരുമ്പോൾ വെല്ലുവിളി ഇങ്ങനെ വരും ഷൂട്ടിങ് കാണാൻ പറ്റില്ല. അത് വിട്ടിട്ട് ഞാൻ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ വെച്ചാൽ ഓരോ സീനുകളും കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന രീതിയിൽ തന്നെ ഈ ഒരു വലിയ എന്താ പറയുക, ആ സിനിമ മുഴുവൻ മനസ്സിലൊതുക്കിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് റോഷി ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു നടൻ്റെ നായികയിലുപരി ഒരു ഡയറക്ടറുടെ നായിക, ഡയറക്ടേഴ്സ് ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു അഭിനയിച്ച ചിത്രം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഉർവശി ചേച്ചീനെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ അല്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ഡയറക്ടർ ആരായിരിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ? ഒരു ഡയറക്ടറൊന്നും അല്ല. അന്നിപ്പം റെഗുലർ ഡയറക്ടേഴ്സായിട്ട് കുറച്ച് പേരുണ്ട്. അവർ തന്നെ ആയിരുന്നല്ലോ കൂടുതൽ സിനിമ ചെയ്തിരുന്നത്. ഇപ്പോൾ IB ശശി, PG വിശ്വപുരൻ, സത്യനന്ദിക്കാട്, ഹരൻ സാറിൻ്റെ സിനിമയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത ആ കൂട്ടത്തിൽ. കാരണം പല സമയത്തും അത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ വളരെ തിരക്ക് പിടിച്ച് ഓടി കിടക്കുന്ന സമയത്ത് പലപ്പോഴും ഹരൻ സാർ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ പ്ലാനിങ് ചിലപ്പോൾ നീണ്ടുപോകും. അങ്ങനെ ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് ഹരൻ സാർ. പക്ഷെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഭരതനങ്ങളുണ്ട്, പത്മരാജനങ്ങളുണ്ട്, അങ്ങനെ എല്ലാവരുടെയും സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒരുവിധം നല്ല ഡയറക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ആണ് നല്ല ക്യാരക്ടേഴ്സൊക്കെ തന്നിരിക്കുന്നത്. പക്ഷേ എന്നെ വളരെ പേഴ്സണലായിട്ട് അറിയുകയും എന്നെ ആലോചിച്ച് ക്യാരക്ടേഴ്സ് എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വേണു നാഗവള്ളിയാണ്. അദ്ദേഹം വളരെ ചെറുപ്പം വരെ എന്നെ അറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ കൗതുകമുള്ള ക്യാരക്ടേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാനറിസം വെച്ച് ക്യാരക്ടേഴ്സ് എഴുതാൻ വേണ്ടി ചേട്ടൻ അറിയാവോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഏത് ക്യാരക്ടർ നോക്കിയാലും ഇപ്പോൾ ആട്ടവും ചെയ്തിട്ടില്ല ഞാൻ, പിന്നെ കിഴക്കുണരും പക്ഷിയും ചെയ്തിട്ടില്ല. പക്ഷെ അതുപോലും ആട്ടോ പോലും എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എഴുതിയിട്ടുള്ള റോളാണ്. അത് ഞാൻ മിസ് ചെയ്താൽ വേണ്ടി ചേട്ടൻ ക്ഷമിക്കാത്ത ഒരാളായിരുന്നു. അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു. അതുപോലെ സത്യേട്ടൻ്റെ സിനിമകളിൽ മറ്റാരും കാണാത്ത പ്രത്യേക ക്വാളിറ്റിയൊക്കെ സത്യേട്ടൻ ദീർഘവീക്ഷണത്തോടുകൂടി കാണുകയും, ഇപ്പോൾ തലയണമന്ത്രമായാലും പൊന്മുട്ടയിടുന്ന താറാവായാലും ആ ക്യാരക്ടേഴ്സിനെ അങ്ങനെ തന്നെ ചെയ്യും. ഒട്ടും നെഗറ്റീവ് തോന്നാതെ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഒരു ഡയറക്ടറാണ്.